വെടിനിർത്തലിന് പിന്നാലെ അതിർത്തിയിൽ വീണ്ടും പാകിസ്ഥാന്റെ പ്രകോപനം. പാകിസ്ഥാന്റെ ഡ്രോണുകൾ ശ്രീനഗർ അതിർത്തിയിലെത്തിയെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പിന്നാലെ ശ്രീനഗറിൽ അപായ മുന്നറിയിപ്പ് മുഴങ്ങി. ശ്രീനഗറിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചു തുടങ്ങിയതായും ദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ടിൽ പറയുന്നു. ലാൽ ചൗക്കിൽ വെടിവെപ്പ് കേട്ട് ആളുകൾ പരിഭ്രാന്തരായി ഓടി. രാജസ്ഥാനിലെ ബാർമറിലും കഴിഞ്ഞ ദിവസം പാകിസ്ഥാന്റെ ഡ്രോൺ പതിച്ച ഫിറോസ്പൂരിലും അടിയന്തര ബ്ലാക്ക് ഔട്ട് പുറപ്പെടുവിച്ചു. എല്ലാവരോടും ലൈറ്റ് അണയ്ക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശ്രീനഗറിൽ സ്ഫോടന ശബ്ദം കേട്ടതിന് പിന്നാലെ വെടിനിർത്തൽ എവിടെയെന്ന് ഒമർ അബ്ദുള്ള സാമൂഹ്യ മാധ്യമമായ എക്സിൽ കുറിച്ചിട്ടുണ്ട്. ജമ്മുവിലെ രജൌരി, അഖ്നൂർ തുടങ്ങിയ മേഖലകളിൽ BSFന്റെ പോസ്റ്റുകൾക്ക് നേരെയും വെടിവെപ്പുണ്ടാകുന്നുണ്ടെന്നാണ് മാധ്യമങ്ങളുടെ റിപ്പോർട്ടിൽ പറയുന്നത്. പാക് സൈനികർ അതിർത്തിയിൽ വെടിവെപ്പ് തുടരുകയാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അതിർത്തി കടന്ന് ഡ്രോണുകൾ വന്നിട്ടില്ല, എന്നാൽ അതിർത്തിയിലേക്ക് പാകിസ്ഥാന്റെ ഡ്രോണുകൾ എത്തിയെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തൽ പ്രഖ്യാപനം നടത്തിയിരുന്നു. ഇരു രാജ്യങ്ങളും ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. വെടിനിർത്തൽ പ്രഖ്യാപിച്ച് മണിക്കൂറുകൾ മാത്രം പിന്നിടുമ്പോഴാണ് പാകിസ്ഥാൻ വീണ്ടും പ്രകോപനം തുടരുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ വിവരം ആദ്യം പങ്കുവച്ചത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ്. സാമൂഹ്യ മാധ്യമമായ ട്രൂ സോഷ്യലിൽ പങ്കുവച്ച കുറിപ്പിലാണ് ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപനം നടത്തിയത്. പിന്നീട് എക്സിലും ട്രംപ് കുറിപ്പ് പങ്കുവച്ചു. രാത്രി മുഴുവൻ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് വെടിനിർത്തൽ തീരുമാനത്തിലെത്തിയതെന്നും ട്രംപിൻ്റെ കുറിപ്പിൽ പറയുന്നു. ബുദ്ധിപരമായ നീക്കം നടത്തിയതിന് ഇന്ത്യയും പാകിസ്ഥാനെയും അഭിനന്ദിക്കുന്നതായും ട്രംപ് കുറിപ്പിൽ പറയുന്നുണ്ട്. പാകിസ്ഥാന്റെ ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഇഷാഖ് ദറാണ് വെടിനിർത്തൽ തീരുമാനം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് അറിയിച്ചത്. പാകിസ്ഥാനും ഇന്ത്യയും വെടിനിർത്തലിന് സമ്മതിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ രാജ്യത്തിൻ്റെ പരമാധികാരത്തിലും പ്രാദേശിക സമഗ്രതയിലും വിട്ടുവീഴ്ച ചെയ്യാതെ എല്ലായ്പ്പോഴും മേഖലയിലെ സമാധാനത്തിനും സുരക്ഷയ്ക്കും വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ടെന്നും ഡാർ എക്സിൽ കുറിച്ചു. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ സംഘർഷം അവസാനിപ്പിക്കാൻ അമേരിക്ക മധ്യസ്ഥത വഹിച്ചിട്ടുണ്ടെന്ന പ്രഖ്യാപനം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയതിന് പിന്നാലെയാണ് വിശദീകരണവുമായി പാക് വിദേശകാര്യമന്ത്രി എത്തിയത്. വെടിനിർത്തൽ പ്രഖ്യാപനം നടത്തിക്കൊണ്ട് ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പറഞ്ഞത് ഇങ്ങനെയാണ്: പാകിസ്ഥാന്റെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് ഇന്ന് ഉച്ചയ്ക്ക് 3:35 ഇന്ത്യൻ DGMOയെ വിളിച്ചു. ഇന്ത്യൻ സമയം 17 മണി മുതൽ ഇരുപക്ഷവും കരയിലും വായുവിലും കടലിലുമുള്ള എല്ലാ വെടിവയ്പ്പുകളും സൈനിക നടപടികളും നിർത്തുമെന്ന് ധാരണയായിട്ടുണ്ട്. ഈ ധാരണ പ്രാബല്യത്തിൽ വരുത്താൻ ഇരുപക്ഷത്തിനും നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ശനിയാഴ്ച US-ഉം സൗദി അറേബ്യയും ശക്തമാക്കിയതായി ശനിയാഴ്ച രാവിലെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ചർച്ചയ്ക്കായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പാകിസ്ഥാൻ ആർമി ചീഫ് ജനറൽ അസീം മുനീറുമായി സംസാരിച്ചെന്നും റിപ്പോർട്ടിൽ പറഞ്ഞു. സൗദി അറേബ്യയുടെ വിദേശകാര്യ ഉപമന്ത്രി ഇന്ത്യ സന്ദർശിച്ചിരുന്നു. ഇന്ത്യയിൽ സന്ദർശിച്ച ശേഷം അദ്ദേഹം പാകിസ്ഥാനും സന്ദർശിച്ചു. തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങൾ കുറയ്ക്കുന്നതിനുള്ള വഴികൾ ചർച്ച ചെയ്യാൻ സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ ദാറുമായി ഫോണിൽ സംസാരിച്ചതായും റിപ്പോർട്ടുകൾ വന്നു. ശനിയാഴ്ച വൈകുന്നേരത്തോടെയാണ് വെടിനിർത്തൽ പ്രഖ്യാപനം ഉണ്ടായത്.